ക്രിസോസ്റ്റമസ് തിരുമേനി, വന്യ ഔഗേൻ റമ്പാച്ച, വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെ, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നായി ഇവിടെ തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷത്തിനായി എത്തിയിരിക്കുന്ന വിശ്വാസികളെ, എന്നെ വളരെ ദൂരെ ഇരുന്ന് ഉച്ചഭാഷണിയിലൂടെ ശ്രവിക്കുന്ന ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, വളരെ സന്തോഷത്തോടെയും അത്യധികം ഭക്തിയോടുകൂടിയുമാണ് ഈ പരിമല പെരുന്നാളിൻ്റെ ഈ ദിവസം ഇവിടെ വരുവാനും നിങ്ങളോട് പരിശുദ്ധ തിരുമേനിയെപ്പറ്റി ഏതാനും ചിന്തകൾ പങ്കുവെക്കാനും കഴിഞ്ഞത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയും എൻ്റെ കുടുംബവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ മുത്തച്ഛനും എൻ്റെ അമ്മയുടെ മുത്തച്ഛനും ഓർത്തഡോക്സ് സഭയിലെ പ്രസിദ്ധരായ 2 വൈദികരായിരുന്നു. അവർക്ക് 2 പേർക്കും പട്ടം കൊടുത്തത് പരിശുദ്ധ പരിമല തിരുമേനി ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ തുമ്പവൺ പുത്തൻവീട്ടിൽ യാക്കോബ് കത്തനാർ പരിശുദ്ധ പരിമല തിരുമേനിയിൽ നിന്ന് പട്ടം കിട്ടി എന്നുള്ളത് പോലെ തന്നെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രസംഗ പര്യടനങ്ങളിൽ അദ്ദേഹം കൂടെ കൊണ്ടുപോയിരുന്ന ഒരച്ഛനും ആയിരുന്നു. എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ കലയപുരം കണിശ്ശേരിയിൽ അലക്സാന്ദ്രോസ് കത്തനാർ വല്യച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ 71 വർഷം തുടർച്ചയായി ഓരോ ഓർത്തഡോക്സ് പള്ളിയിൽ തന്നെ, മറ്റ് 7 പള്ളികൾ കൂടെ ഉണ്ടായിരുന്നു, ഒരു പള്ളിയിൽ തന്നെ 71 വർഷം തുടർച്ചയായി വികാരിയായിരുന്ന് ലോക റെക്കോർഡിട്ട ഒരച്ഛനാണ്. ഈ അച്ഛനും പട്ടം കൊടുത്തത് പരിശുദ്ധ പരിമല തിരുമേനിയായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയോടുള്ള ഭക്തിയിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിൽ പരിമല തിരുമേനിയിലൂടെ നടന്ന 1-2 അത്ഭുതങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലാദ്യത്തേത് എൻ്റെ അമ്മയുടെ സഹോദരൻ സാപ്പീർ എന്ന് പറയുന്ന ആളിൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ്. മക്കൾക്ക് പേരിട്ടപ്പോൾ എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ സുറിയാനി ഭാഷയിൽ സാപ്പേർ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, ടീച്ചർ എന്നർത്ഥം, ആ അർത്ഥത്തിൽ സാപ്പേർ എന്ന് പേരിടുകയും അങ്ങനെ സാപ്പീർ കുട്ടി എന്ന് എല്ലാവരും വിളിക്കുന്ന ആളായിത്തീരുകയും ചെയ്തു. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ചന്നി അസുഖം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയാകുമ്പം ചന്നി വരും, എല്ലാവരോടും കൂടി കൂട്ട നിലവിളി, ചിലപ്പോൾ രാത്രിയിൽ വണ്ടി പിടിച്ച് ഡോക്ടറെ അടുത്ത് പോകും, പക്ഷേ ചിലപ്പോൾ മരുന്ന് കൊടുക്കും, സുഖപ്പെടും. ഇങ്ങനെ വലിയൊരു കഷ്ടപ്പാട്. സാപ്പീർ കുട്ടിച്ചാൻ ഒരു 3.5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞ് ചന്നി പിടിപെട്ടു. അതിഭീകരമായ ചന്നി. കുട്ടി മരിച്ചു പോകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ട ഒരവസരം. എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ അലക്സാന്ദ്രോസ് കത്തനാർ പരിമല തിരുമേനിയുടെ വീട്ടിലുള്ള ഫോട്ടോയുടെ മുമ്പിൽ കുട്ടിയെ കൊണ്ടുവന്ന ശേഷം പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടിൽ രാത്രികൾ തോറും ഉണ്ടാവുന്ന ഈ കരച്ചിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. അതായിരുന്നു ആ പ്രാർത്ഥനയുടെ സാരം. പ്രാർത്ഥന തീർന്നു. മിനിറ്റുകൾക്കകം കുട്ടി സൗഖ്യമായി. 3.5 വയസ്സിൽ പരിശുദ്ധ പരിമല തിരുമേനി ആ ചന്നി സൗഖ്യമാക്കിയതിന് ശേഷം, ഈ സാപ്പറൂട്ടിച്ചാൻ ഇപ്പോൾ ഏതാണ്ട് 78 വയസ്സ് ഇപ്പോൾ പ്രായമുണ്ട്. കഴിഞ്ഞ 74 വർഷങ്ങൾ ഈ ചന്നി പിന്നെ ആ മനുഷ്യനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിശുദ്ധ പരിമല തിരുമേനി നടത്തുന്ന വലിയ അത്ഭുതങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരത്ഭുതം ഇതാണ്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എൻ്റെ ഇളയ സഹോദരൻ, എബി എന്ന് ഞങ്ങൾ വിളിക്കുന്ന സഹോദരൻ, ഒരു ദിവസം വൈകിട്ട് പനി വന്ന് ഭയങ്കരമായി പനി അങ്ങോട്ട് കൂടാൻ തുടങ്ങി. ഭയങ്കര ടെമ്പറേച്ചർ. കാറ് പിടിക്കാൻ വേണ്ടി ഞാൻ തുമ്പോട് മുഴുവൻ ഓടി. കാറ് ലഭിക്കുന്നില്ല. ആശുപത്രി പോകാനും സമയമില്ല. എൻ്റെ വീട് തുമ്പമൺ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ്
പള്ളിയുടെ കുരിശടി നിൽക്കുന്നത്. ആ കുരിശടിയിൽ പരിശുദ്ധ മാതാവിൻ്റെയും ഗീവർഗീസ് സഹദായുടെയും പരിമല തിരുമേനിയുടെയും 3 ഫോട്ടോകളാണ് വെച്ചിട്ടുള്ളത്. ഡോക്ടറെ അടുത്ത് പോകാനോ ടാക്സി കിട്ടാനോ സാധ്യതയില്ലാത്ത ഒരവസരം ആയപ്പോൾ എൻ്റെ അമ്മ പരിശുദ്ധ പരിമല തിരുമേനിയുടെ വലിയ ഭക്തയായിരുന്നു. അമ്മ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് റോഡിൽ വീട്ടിൽ നിന്നിറങ്ങി ഈ കുരിശടിയുടെ മുമ്പിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഫോട്ടോയുടെ മുമ്പിൽ പനി കൊണ്ട് ചൂട് കൊണ്ട് വിറയ്ക്കുന്ന കുട്ടിയെ കിടത്തിയ ശേഷം പരിമല തിരുമേനിയോട് പ്രാർത്ഥിച്ചു. ഏതാനും മിനിറ്റുകൾക്കകം ടെമ്പറേച്ചർ താഴ്ന്ന് പനി പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് നടന്ന അത്ഭുതം. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട അനുഭവിച്ച ഒരത്ഭുതം. ഇനി ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ അത്ഭുത സിദ്ധി വെളിവായത് അമേരിക്കയിലാണ്. എൻ്റെ അങ്കിളന്മാർ 3-4 പേര് ചിക്കാഗോയിലെ ഓർത്തഡോക്സ് പള്ളി വിശ്വാസികളാണ്. ചിക്കാഗോയിലെ ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഫോട്ടോയും മറ്റ് ഫോട്ടോകളൊക്കെ ഇരിപ്പുണ്ട്. അവിടെ കർബന്മാരുടെ നീഗ്രോസിൻ്റെ 3-4 പേരുടെ ഒരു സംഘം ആ പള്ളിയിൽ രാത്രിയിൽ മോഷണത്തിനായി കയറി. മോഷണത്തിന് കയറി അവിടെ ഉണ്ടായിരുന്ന പൈസയും അവർക്ക് എടുത്തുകൊണ്ട് പോകുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയി. അവിടുത്തെ വിശുദ്ധ ഫോട്ടോകൾ 2-3 അവർ കണ്ണാടി തല്ലി പൊട്ടിക്കുകയും ആ ഫോട്ടോസ് വികൃതമാക്കുകയും ചെയ്തു. കന്യാസ്ത്രീ മാതാവിൻ്റെയൊക്കെ ഫോട്ടോ വികൃതമാക്കി. അതിനുശേഷം ആ പള്ളിയിൽ വെച്ച് ലൈംഗിക വീഴ്ച നടന്നതായി തെളിവുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഫോട്ടോ മാത്രം അവരൊന്നും ചെയ്തില്ല. ഫോട്ടോ അവർ തിരിച്ച് ഭിത്തിയുടെ നേരെയാക്കി അവിടെ വെച്ചിട്ട് പോയി. ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പോലീസ് ആ മോഷ്ടാക്കളെ പിടികൂടി. ഈ നീഗ്രോകളായ മോഷ്ടാക്കളെ പിടികൂടി പോലീസ് അവരോട് ചോദിച്ചു, നിങ്ങൾ ബാക്കിയുള്ള ഫോട്ടോസൊക്കെ നശിപ്പിച്ചു, കണ്ണാടി തല്ലി പൊട്ടിച്ചു, പക്ഷേ ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആ ബിഷപ്പിൻ്റെ ഫോട്ടോയെ മാത്രം നിങ്ങളൊന്നും ചെയ്തില്ല. എന്താണ് കാര്യം? ഈ കർമ്മന്മാർ പരിമല തിരുമേനിയെ പറ്റി കേട്ടിട്ടില്ല. ഏതോ ഒരു ബിഷപ്പാണ് എന്ന് മാത്രമേ അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. അവർ പറഞ്ഞു, ആ ഫോട്ടോയിൽ ഞങ്ങൾ ഒന്നും ചെയ്യാത്തൊരു പ്രത്യേക കാരണത്താലാണ്. ഞങ്ങൾ 2 ഫോട്ടോ എറിഞ്ഞ് തകർത്ത ശേഷം ഈ പരിമല തിരുമേനിയുടെ ഈ പർട്ടിക്കുലർ ഫോട്ടോയുടെ അടുത്ത് വന്നപ്പോൾ ആ ബിഷപ്പിൻ്റെ കണ്ണിൽ നിന്ന് അഗ്നിസ്ഫുരണങ്ങൾ ഞങ്ങളിലേക്ക് നീണ്ടു വരുന്നതായി, പ്രകാശനാളങ്ങൾ പോലെ വരുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പേടിച്ചുപോയി. ഇതേതോ ദിവ്യനായ ഒരു ആളിൻ്റെ ഫോട്ടോ ആണ്. അതുകൊണ്ടാണ് ആ കണ്ണിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ ഞങ്ങൾക്ക് നേരെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റാതായതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ തിരിച്ച് ഭിത്തിയുടെ നേരെ വെച്ചിട്ടാണ് പോയത് എന്നവർ പറഞ്ഞു. പോലീസ് പറഞ്ഞ ഈ കഥ അമേരിക്കയുടെ പോലീസ് റെക്കോർഡ്സിലുള്ള കഥയാണ്. അപ്പോൾ ഏഴാം കടലിനക്കരെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഇരിക്കുന്ന ഒരു പരിമല തിരുമേനിയുടെ ഫോട്ടോ അവിടുത്തെ മോഷ്ടാക്കളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ രൂപാന്തരപ്പെട്ടു എന്നുള്ളത് ക്രിമിനൽ റെക്കോർഡ്സിൻ്റെ ചരിത്രത്തിൽ പോലും നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണ്. പരിമല തിരുമേനിയുടെ ശക്തിയിൽ ഞങ്ങളുടെ വീട്ടിൽ അനുഭവപ്പെട്ട 2-3 സംഭവങ്ങൾ ഞാൻ പറയുന്നത് പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ചോദിക്കുന്നത് ലഭിക്കാതിരിക്കുകയില്ല എന്നുള്ളതിന് സാക്ഷ്യം പറയാനാണ്. ഞാൻ ഈ പരിമല പള്ളിയുടെ അടുത്തുകൂടെങ്ങാനും യാത്ര ചെയ്താൽ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും പരിമല പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ യാത്ര തുടരുള്ളൂ. ഞാൻ ഈ പരിമല പള്ളിയിൽ വന്ന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിച്ചിട്ടുള്ള ഒറ്റ കാര്യം പോലും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഇന്നുവരെ നടക്കാതിരുന്നിട്ടില്ല. പരിശുദ്ധ പരിമല തിരുമേനിയുള്ള മധ്യസ്ഥത അത്ര അത്ഭുതമുണ്ടാക്കുന്ന, അത്ഭുതങ്ങൾ നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കുന്ന ഒരു ഭക്തിയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം
ഇതിഹാസ തുല്യമായ, മണിക്കൂറുകളും ദിവസങ്ങളോളം പ്രസംഗിച്ചാൽ തീരാത്ത അതിശ്രേഷ്ഠമായ ഒരു ജീവിതം ആയിരുന്നു. ആ ജീവിതത്തിൽ നിന്നും ഇന്നത്തെ ലഘുപ്രസംഗത്തിൽ 5 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പരമേൽ തിരുമേനി തുമ്പോൺ ഭദ്രാസനാധിപനായി വരികയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ അകലെ പള്ളിമേടയിൽ താമസിക്കുകയും തുമ്പമണ്ണിൻ്റെ ദൈനംദിന ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന്, അദ്ദേഹത്തോട് അടുത്തിടപഴകിയ എൻ്റെ പ്രപിതാമഹന്മാരിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള, നമുക്ക് ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ടൈം ടേബിളിനെ പറ്റി നിങ്ങൾ ഓരോരുത്തരും വായിച്ചിട്ടുണ്ടാവാം. വെളുപ്പിന് 4 മണിക്ക് ഉണരും. ഇന്ത്യയുടെ മഹത്തായ ഋഗ്വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. ഗുരുക്കന്മാരും സന്യാസിമാരും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ബ്രഹ്മമുഹൂർത്തം വെളുപ്പിന് 4 മണിയാണ്. ആ ബ്രഹ്മമുഹൂർത്തത്തിന് കറക്റ്റായി പരിശുദ്ധ പരമേൽ തിരുമേനി ഉണരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് 5:30 മണിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വൃത്തിയാക്കുന്ന പ്രോസസ്സ്, മഹത്തായ ഋഷിമാരുടെ ജീവിതം നമ്മുടെ ഹൈന്ദവ ചരിത്രത്തിൽ വായിക്കുന്നു. 5:30 ഗംഗാനദി ഉണരുമെന്നാണ് ഭാരതീയരുടെ വിശ്വാസം. ആ 5:30 ജലം കൊണ്ട് ശരീരം ശുദ്ധിയാക്കണം. സന്യാസിമാരുടെ ജീവിതത്തിൽ വഹിച്ചിട്ടുള്ളതാണ്. ആ കറക്റ്റ് 5:30 തന്നെ അദ്ദേഹം ദേഹശുദ്ധി വരുത്തും. അതിനുശേഷം വിശുദ്ധ കുർബാന, പ്രഭാത നമസ്കാരം, സെമിനാരിയിലെ കുട്ടികളെ പഠിപ്പിക്കുക, ഉച്ച നമസ്കാരം എന്ന് തുടങ്ങി പൗരസ്ത്യ സഭയുടെ പാരമ്പര്യത്തിൽ ഒരാൾ 7 തവണ പ്രാർത്ഥിക്കണം ഒരു ദിവസം. ആ 7 നിസ്കാരങ്ങളും 22 നമസ്കാരം വരെയുള്ള 7 നമസ്കാരങ്ങളും കറക്റ്റായി നമസ്കരിക്കുകയും സന്ധ്യാപ്രാർത്ഥനയും രാത്രിയിലെ വേദപുസ്തക വായനയും അതിനുശേഷമുള്ള ധ്യാനവും ഉൾപ്പെടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഊന്നിയുള്ള ഒരു ജ്ഞാനിയുടെ, ഒരു യോഗിയുടെ ജീവിതചര്യയായിരുന്നു പരിശുദ്ധ പരമേൽ തിരുമേനിക്കുണ്ടായിരുന്നു. അദ്ദേഹം മരണത്തിന് ഒരു 3 വർഷം മുമ്പ് രോഗഗ്രസ്തനായി. രോഗഗ്രസ്തനായ വർഷങ്ങളിലും 1899 to 1902 3 വർഷങ്ങൾ, ആ വർഷങ്ങളിലും അദ്ദേഹം ഭാഷ ആഴ്ചയിലെ ശുശ്രൂഷകൾക്ക് കറക്റ്റായി പോകുമായിരുന്നു. ഭാഷ ആഴ്ചയുടെ ശുശ്രൂഷകളിൽ പല ദിവസവും 2 മണി 3 മണി വരെ ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ നോയമ്പുകളും കറക്റ്റായി പരിശുദ്ധ തിരുമേനി ആചരിച്ചിരുന്നു. രോഗഗ്രസ്തനായ ശേഷം പരിശുദ്ധ തിരുമേനിയോട് അദ്ദേഹത്തിൻ്റെ സഹചാരികളും ഡോക്ടറും ചോദിച്ചു, രോഗം വന്ന ശേഷമെങ്കിലും ഈ ദിവസം 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയും ഭക്തിയും ആചാരങ്ങളും നോയമ്പുകളും കാഠിന്യം കുറച്ചുകൂടി എന്ന് ചോദിച്ചു. പരിശുദ്ധ പരമേൽ തിരുമേനി പറഞ്ഞ മറുപടി, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ദുഷ്ടാത്മാക്കൾ നശിച്ചു പോവുകയില്ല. വേദപുസ്തകത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ തിരുമേനി ഡോക്ടറോടും സ്വന്തം സഹചാരികളോടും മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. 8 വയസ്സുള്ളപ്പോൾ മുതൽ 29 വയസ്സിൽ സഭയിലെ ഏറ്റവും യങ്ങസ്റ്റ് ബിഷപ്പായി രൂപാന്തരപ്പെടുകയും 53 വർഷത്തെ ജീവിതത്തിനിടയിൽ ഭക്തിയുടെ പാരമ്പര്യം കണ്ടെത്തി തലമുറകൾ നമുക്ക് ആശ്വാസവും മധ്യസ്ഥനുമായി തീർന്ന പരിശുദ്ധ തിരുമേനിയുടെ ജീവിതത്തിലെ ഈ ഭക്തിയും നോയമ്പാചരണവും നമ്മൾ മാതൃകയാക്കേണ്ട ആദ്യത്തെ കാര്യമാണ്. നമുക്ക് പരമേൽ തിരുമേനിയെ പോലെ ആവാൻ വഴിയില്ല. പക്ഷേ നമ്മളിപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് 2 മണിക്കൂർ ആക്കുക. നമ്മൾ 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അത് 4 മണിക്കൂർ ആക്കുക. സ്ലൈറ്റ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് എക്കണോമിക്സിൽ പറയുന്ന പോലെ ചെറുതായി വർദ്ധിപ്പിക്കുക. എത്രമാത്രം നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും വർദ്ധിക്കുന്നുവോ അത്രയും ജീവിത വിജയം കുറച്ചുകൂടി നമുക്ക് എളുപ്പമായി വരുന്നു എന്ന് അർത്ഥം.
ഭക്തിയും പ്രാർത്ഥനാ ജീവിതവും കഴിഞ്ഞാൽ രണ്ടാമതായി പരിശുദ്ധ പരമല തിരുമേനി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മേഖല ആതുര ശുശ്രൂഷാരംഗമാണ്. മെഡിക്കൽ ഹെൽപ്പ് ഓർ എയ്ഡ് എന്ന് പറയുന്ന രംഗമാണ്. രോഗിയായ മനുഷ്യനെ ശുശ്രൂഷിക്കണം. അവൻ രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ അവൻ ആശ്വാസം കൊടുക്കണം. ഇത് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച, ഞാൻ രോഗിയായിരുന്നു നീ എന്നെ വന്ന് കണ്ടില്ല എന്നൊക്കെ പറയുന്ന ഭാഗത്ത് യേശുക്രിസ്തു രോഗികൾക്ക് ഒരു വിശ്വാസി ചെയ്തിരിക്കേണ്ട കടമകളെ പറ്റി നമ്മളെ ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ പരമല തിരുമേനി തുമ്പമണ്ണിൻ്റെ ഭദ്രാസനാധിപനായിരിക്കുന്ന അവസരത്തിൽ തുമ്പമണ്ണിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മസൂരി ബാധ പിടിപെട്ടു. സ്മോൾ പോക്സ് ആൻഡ് ചിക്കൻ പോക്സ് പിടിപെട്ടു. സ്മോൾ പോക്സിനും ചിക്കൻ പോക്സിനും പിന്നീട് ഒരു 40 വർഷം കഴിഞ്ഞ ശേഷമാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചത്. 1880s 90s കഴിഞ്ഞിട്ടാണ് ശരിയായ വാക്സിനേഷൻ കണ്ടുപിടിച്ചത്, ചികിത്സ കണ്ടുപിടിച്ചത്. തുമ്പമണ്ണിലും പരിസര പ്രദേശങ്ങളിലും ഈ വസൂരിയും ചിക്കൻ ബോക്സും പടർന്നു പിടിക്കുമ്പോൾ അതിന് വൈദ്യശാസ്ത്രപരമായ ഒരു ഉത്തരമുണ്ടായിരുന്നില്ല. തിരുമേനി തൻ്റെ കൂടെ വിശ്വസിച്ച് വരുവാൻ കഴിയുന്ന 2-3 പേരോടൊപ്പം ഈ വീടുകളിൽ മുഴുവൻ കയറി ഇറങ്ങി. വൺ മാൻ മെഡിക്കൽ ടീം. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന 3 ശുശ്രൂഷകൾ, ഒരാൾക്ക് വസൂരി വന്നു, ഒരാൾ മരിച്ചു. തിരുമേനി പറഞ്ഞു, നിങ്ങളാരും എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. തിരുമേനി ഒറ്റയ്ക്ക് വീടുകൾ സന്ദർശിച്ചു, അവിടെ പ്രാർത്ഥിച്ചു. തിരുമേനി കൈവച്ച് പ്രാർത്ഥിച്ച ഒരുപാട് പേര് രോഗവിമുക്തരായി. വസൂരി പിടിച്ച ആളിനെ കൈ തൊട്ട് പ്രാർത്ഥിച്ചാൽ തനിക്കും വസൂരിയോ ചിക്കൻ ബോക്സോ പിടിക്കാം എന്ന് തിരുമേനിക്ക് അറിയാമായിരുന്നു. പക്ഷേ രോഗികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അനേകായിരങ്ങൾ വസൂരിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തിരുമേനി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തഡോക്സുകാരൻ്റെ തലയിൽ മാത്രം കൈവച്ച് തിരുമേനിക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. തുമ്പം വല്ലുവള്ളിയിൽ അംഗങ്ങളായ ആളുകളുടെ മാത്രം തലയിൽ വെച്ച് വേണേ പ്രാർത്ഥിക്കാമായിരുന്നു. തിരുമേനി ഓർത്തഡോക്സുകാരനെ മാത്രം തലയിൽ കൈവച്ചല്ല പ്രാർത്ഥിച്ചത്. തിരുമേനി തുമ്പമണ്ണ് താമസിക്കുന്ന ഓർത്തഡോക്സുകാരും മർത്തോമാക്കാരും അക്രൈസ്തവരും ആ എല്ലാവരുടെയും വീട്ടിൽ പോയി. നായന്മാരുടെ വീട്ടിൽ പോയി, അവിടുത്തെ ഈഴവരുടെ വീട്ടിൽ പോയി. തുമ്പമണ്ണിൻ്റെ തൊട്ടടുത്ത് ക്രൈസ്തവർ ഒട്ടുമില്ലാത്ത ചില മേഖലകളുണ്ടായിരുന്നു, അവിടെയും പോയി. ഹൈന്ദവ ഭവനങ്ങളിൽ പോയി അവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജാതിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, ഓർത്തഡോക്സുകാരന് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. തിരുമേനി വലിയൊരു പാഠം നമ്മളെ പഠിപ്പിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു പള്ളിക്കോ ഒരു വർഗത്തിനോ ഒരു ജാതിക്കോ വേണ്ടി അദ്ദേഹം റെസ്ട്രിക്റ്റ് ചെയ്യാതെ പരിശുദ്ധ പരമല തിരുമേനി എല്ലാ വീടുകളിലും കയറി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കൂടെ വന്നൊരു ശുശ്രൂഷകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശുശ്രൂഷകന് തിരുമേനി കൂടെ കൊണ്ടുപോയില്ല, ഒറ്റയ്ക്ക് തിരുമേനി പോയി. തുമ്പമണ്ണിൻ്റെ ആകെ ജനസംഖ്യയുടെ 1/3 മരിച്ചുപോയി. തുമ്പമണ്ണ് എന്ന ഗ്രാമത്തിൻ്റെ ടോട്ടൽ ജനസംഖ്യയുടെ 1/3 പേല വസൂരി ബാധയിൽ മരിച്ചുപോയി. പല വീടുകളുടെയും മുറ്റത്ത് 2-3 ശവക്കല്ലറുകളുണ്ടായി. അടക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ടായി. തുമ്പപ്പള്ളിയുടെ മുറ്റത്താണ് പണ്ട് ആളുകൾ അടക്കിയിരുന്നത്. ശവക്കല്ലറ ഇല്ലാത്തതുകൊണ്ട് ആ ദേശം അനുഭവപ്പെടുന്ന കഷ്ടം തിരുമേനിക്ക് മനസ്സിലായി. തിരുമേനി 3.5 ഏക്കർ സ്ഥലം വാങ്ങിച്ച് തുമ്പമണ്ണിന് ഒരു ശവക്കല്ലറ, ഒരു സെമിത്തേരി ഉണ്ടാക്കി. വസൂരി ബാധയുള്ള ആളുകളെ ശവസംസ്കാരം ചെയ്യാൻ അച്ഛന്മാർക്ക് പേടിയായിരുന്നു. ഈ ശവത്തിനെ സംസ്കരിച്ച വസൂരി പിടിക്കുമെന്ന് ചോദിച്ച അച്ഛന്മാർ ശവസംസ്കാരത്തിന് വേണ്ടി തയ്യാറായില്ല. അവരുടെ മുഖത്തോട്ടും തുണി എടുത്തിടാൻ അച്ഛന്മാർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ആ സംസ്കാരങ്ങൾ മുഴുവൻ തിരുമേനി തന്നെ നടത്തി എന്നുള്ളതാണ് മരിച്ചവരുടെ സംസ്കാരം. അപ്പോൾ ഒരു 1 മാൻ മെഡിക്കൽ ടീമായി തിരുമേനി മാറുകയും ഒരു ദേശത്തെ മുഴുവൻ ബാധിച്ച വസൂരി ബാധയിൽ നിന്ന് ആ ദേശത്തെ തൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രം തിരുമേനി രക്ഷിക്കുകയും ചെയ്തു. ആതൊരു ശുശ്രൂഷാരംഗത്ത് ശുശ്രൂഷ ചെയ്യാത്ത ഒരു ഭക്തൻ
അവനിനി എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചോ ഉപവാസം ചോദിച്ചോ രക്ഷയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ധനവും നമുക്ക് കിട്ടുന്ന ആരോഗ്യവും ഒക്കെ അവശത അനുഭവിക്കുന്ന രോഗികളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ചെലവാക്കണം എന്ന വലിയൊരു പാഠം തിരുമേനി നമുക്ക് തരികയായിരുന്നു. അതൊരു ശുശ്രൂഷ അങ്ങനത്തൊരു ക്രിസ്ത്യാനി ചെയ്യേണ്ട സേവനത്തിനൊരു മാതൃക തരികയായിരുന്നു. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഭക്ഷണം വിതരണം നടത്തുന്ന കാര്യത്തിലാണ്. അന്നത്തെ കാലത്ത് ദാരിദ്ര്യം വളരെയധികം കൊടുമ്പിരി കൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ സമ്പത്തിനെ പുറത്തോട്ട് വലിക്കാൻ തുടങ്ങി. അങ്ങനെ പുറത്തോട്ട് വലിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ എത്ര കാലം ഒരു സ്ഥലം ഭരിച്ചോ അത്രയുമായിരുന്നു ആ സ്ഥലത്തെ ദാരിദ്ര്യം. പണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുകയാണ്, പോവർട്ടി അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലോഞ്ചവിറ്റി ഓഫ് ബ്രിട്ടീഷ് എംപയർ അറ്റ് ദാറ്റ് പ്ലേസ്. ഇന്ത്യയിലെ ദാരിദ്ര്യം തോതറിയണോ, ബ്രിട്ടീഷുകാരെ എത്ര കാലം അവിടെ ഭരിച്ചത് മാത്രം നോക്കിയാൽ മതി. ബ്രിട്ടീഷുകാർക്ക് ആദ്യം ഭരണം കിട്ടിയത് 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള സ്ഥലം ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളാണ്. രണ്ടാമത് ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം ബീഹാർ ഒറീസയുമാണ്. ഇന്ത്യയിൽ രണ്ടാമത്തെ ദരിദ്രപൂർണ്ണ ഭൂപ്രദേശം അവിടെയാണ്. മൂന്നാമത് ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് 1798 ശ്രീരംഗപട്ടണത്തിന് ശേഷം തമിഴ്നാടും കർണാടക ഉൾപ്പെട്ട പ്രദേശമാണ്. അവിടെയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ദരിദ്രപൂർണ്ണ ഭൂപ്രദേശം. നാലാമത്തെ ദരിദ്രപൂർണ്ണ ഭൂപ്രദേശം മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. കാരണം 1818 കിർക്കി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് നാലാമത് ഭരണം കിട്ടിയ സ്ഥലം അവിടാണ്. അഞ്ചാമത് ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് പഞ്ചാബാണ്. 1846 ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾക്ക് ശേഷം പഞ്ചാബ് അവരുടെ കയ്യിൽ കിട്ടി. 1857 യുദ്ധത്തിന് ശേഷം നോർത്ത് ഇന്ത്യയും അവരുടെ കയ്യിലായി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് ബംഗാൾ, ബീഹാർ, ഒറീസ, പിന്നെ തമിഴ്നാട്, കർണാടക, പിന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് പഞ്ചാബ്. ബ്രിട്ടീഷുകാർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ടാഗോർ ജനഗണമന എഴുതുമ്പോൾ അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതുന്നത്. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ബംഗാൾ റിവേഴ്സ് ഡയറക്ഷനിൽ ടാഗോർ ജനഗണമന എഴുതുന്നതിൻ്റെ കാരണം അതാണ്. ബ്രിട്ടീഷുകാർ ഓക്കുപ്പൈ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1880 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലേക്ക് ആ പൈസ ഒഴുകാൻ തുടങ്ങി. പരിണിതഫലമായി സംഭവിച്ചത് ഇന്ത്യയിലെങ്ങും ദാരിദ്ര്യം പടർന്ന് കയറാൻ തുടങ്ങി. അത് അതിശക്തമായി പിടിച്ചൊലച്ചത് തിരുവിതാംകൂറിൻ്റെ മേഖലകളെ ആയിരുന്നു. തിരുവിതാംകൂറിൽ മനുഷ്യന് ആഹാരം കഴിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു. 100 തേങ്ങ വിറ്റാൽ 1 രൂപയെ കിട്ടുള്ളൂ. വിദ്യാഭ്യാസം ചെയ്യാൻ സമയമില്ല. ആഹാരം കഴിക്കാൻ മനുഷ്യന് വാങ്ങിക്കാൻ പൈസയില്ല, സാധനം കിട്ടാനുമില്ല. ഈ അവസരത്തിൽ പരിശുദ്ധ പരിമല തിരുമേനി തുമ്പമണ്ണിൽ ചെയ്തത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. തുമ്പമള്ളിയുടെ സഞ്ചിത സ്വത്തിൽ നിന്ന് ഒരു ഭാഗം പട്ടിണി കിടക്കുന്ന ഭിക്ഷക്കാർക്കായി അദ്ദേഹം മാറ്റിവെച്ചു. ഭിക്ഷ കിടക്കുന്ന ആഹാരം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആര് തുമ്പമള്ളിയുടെ മുമ്പിൽ വന്നാലും തിരുമേനി അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അവിടെ പള്ളിപ്പെരുന്നാൾ വന്നു. വെടിക്കെട്ടിനായിരുന്നു അന്ന് മുൻതൂക്കം. തിരുമേനി പറഞ്ഞു, വെടിക്കെട്ടല്ല പള്ളിപ്പെരുന്നാൾ, നിങ്ങൾ പായസം നേർച്ച നടത്താൻ പറഞ്ഞു. പള്ളിപ്പെരുന്നാളിന് ആരൊക്കെ തുമ്പോണ് വരുന്നോ അവർക്കെല്ലാം പായസം വെച്ച്, നല്ല ന്യൂട്രീഷ്യസ് ആയ പായസം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. നാളെ ഞങ്ങളുടെ തുമ്പോണ് പരിമല പെരുന്നാളാണ്. തുമ്പംപള്ളിയിൽ നാളെ പരിമല പെരുന്നാളാണ്. നിങ്ങൾ നാളെ തുമ്പംപള്ളി വാ, സർവ്വ ആളുകൾക്കും, ആ പള്ളിപ്പെരുന്നാളിൽ നിന്ന് സർവ്വ ആളുകൾക്കും പള്ളിയിൽ നിന്ന് സൗജന്യമായി പായസം കൊടുക്കും. ഈ പായസം നിറച്ച പരിമല തിരുമേനി തുടങ്ങി വെച്ചാണ് 125 വർഷങ്ങൾക്ക് മുമ്പ്. തുമ്പോങ്ങാർ ഇന്നത് മുടക്കിയിട്ടില്ല. 125 years. അപ്പോൾ പട്ടിണി കിടക്കുന്നവൻ പള്ളിയിൽ വന്നാൽ തിരുമേനി അവർക്ക് ആഹാരം കൊടുക്കും. പള്ളി പെരുന്നാളിന് വരുന്നവർക്കെല്ലാം പായസം കൊടുക്കും, മധുരത്തോടുകൂടി പായസം. മഹാത്മാഗാന്ധി അതിനൊരു 50 വർഷത്തിന് ശേഷം പറഞ്ഞു, പട്ടിണി കിടക്കുന്നതിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ആഹാരമായിട്ടാണ്. പട്ടിണി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പറ്റി പ്രസംഗിക്കരുത്, അവന് ആഹാരം കൊടുക്കുക. പട്ടിണി കിടക്കുന്നതിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ആഹാരമായിട്ടാണെന്ന് മഹാത്മാഗാന്ധി പറയുന്നതിന്
50 വർഷം മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം പരുമല തിരുമേനി തുമ്പ കൊണ്ട് നടപ്പാക്കി. 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇതാണ് ക്രിസ്തുമതം എന്ന് പറഞ്ഞു കളയരുത്. വിശക്കുന്നവന് ആഹാരം കൊടുക്കണം. അത് ക്രിസ്തുമതത്തിൻ്റെ ബേസിക് ഫിലോസഫിയാണ്. അപ്പം ആതുരശുശ്രൂഷയ്ക്കും ഭക്ഷണത്തിനും ഉറപ്പുവരുത്തുന്ന ഒരു സഭയാണ് യഥാർത്ഥ ക്രൈസ്തവ സഭയെന്ന് പരിശുദ്ധ പരുമല തിരുമേനി അത് ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. 4-മതായി പരിശുദ്ധ പരുമല തിരുമേനിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കരണമാണ്. പരിശുദ്ധ പരുമല തിരുമേനി ഭദ്രാസാധിപനായി തുമ്പമണ്ണെത്തുമ്പോൾ തുമ്പമണ്ണ് ഒറ്റ സ്കൂളും ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് അടൂർ പോയി പഠിക്കണം. സാക്ഷരത 5% താഴെയാണ് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണമെങ്കിൽ 6 രൂപ ഫീസ്. 100 തേങ്ങ കൊടുത്താൽ 1 രൂപയെ കിട്ടൂ. അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു മാസം പഠിക്കണമെങ്കിൽ 600 തേങ്ങ വിറ്റാൽ കിട്ടുന്ന പൈസ വേണം. ഇന്നത്തെ കണക്കിന് ഈക്വലൻസായി കണക്കാക്കിയാൽ 10,000 രൂപ അടച്ചാലേ ഒരു മാസം ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ? മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കണമെങ്കിൽ 3 രൂപ കൊടുക്കണം ഒരു മാസം. എൻ്റെ അപ്പൻ പഠിക്കാൻ പോയത് മദ്രാസിലാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്കൂളില്ല. എൻ്റെ അപ്പൻ പഠിക്കേണ്ട കാലമായപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കോളേജില്ല. എൻ്റെ അപ്പനെ മദ്രാസിൽ പാളയംകോട്ട സെൻറ്റ് സേവിയസ് കോളേജ് വിട്ടാണ് പഠിപ്പിച്ചത് എൻ്റെ ഫാദറിനെ. എൻ്റെ കാലം ആയപ്പോഴാണ് സ്കൂളും കോളേജൊക്കെ വന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസമില്ലാതെ ഒരു ജനത ഉയരാൻ പറ്റില്ല. പരിശുദ്ധ പരുമല തിരുമേനി വിദ്യാഭ്യാസ രംഗത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അദ്ദേഹം തുമ്പോണ്ട് തുടങ്ങിയ സ്കൂളാണ് MG UPS ഇന്ന് നമ്മൾ വിളിക്കുന്ന സ്കൂൾ. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കൂൾ. ഹിന്ദുക്കളായ ആളുകൾ പോയി ആശാന്റെ അടുത്ത് പോയി എഴുത്തിനിരുത്തുമായിരുന്നു 3 വയസ്സ് കഴിയുമ്പം. ക്രിസ്ത്യാനികളായ ആളുകൾ ഇതെന്തോ ഹൈന്ദവമാണ് എന്ന് പറഞ്ഞ് എഴുതിക്കാൻ കൊണ്ടുപോയില്ല. തിരുമേനി പറഞ്ഞു, നിങ്ങളെല്ലാം വരീൻ. തുമ്പംപള്ളിയിലോട്ട് കുട്ടികൾ വരും. പരുമല തിരുമേനി കൈ കൊണ്ട് അവരെ എഴുതിപ്പിച്ചു. ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ എഴുതിക്കാനിരിക്കുമ്പോഴത്തേന് ആളുകൾ വലിയ ബഹളമാണ്. ഇതെന്തൊരു ഹൈന്ദവ ആചാരം നിങ്ങൾ ക്രിസ്ത്യൻ പള്ളി വെച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ ഹൈന്ദവ ആചാരം ക്രിസ്ത്യൻ പള്ളി വെച്ച് പരുമല തിരുമേനി ചെയ്ത് നമ്മളെ പഠിപ്പിച്ച അദ്ദേഹം എഴുത്തിനിരുത്തി. തിരുമേനി ഞങ്ങളെല്ലാം വല്യപ്പന്മാരൊക്കെ എഴുത്തിനിരുത്തി. അദ്ദേഹം അവിടെ സ്കൂൾ തുടങ്ങി. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ സ്കൂൾ. പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ തുമ്പോണിൽ നിന്ന് കൊണ്ടുപോയി കോട്ടയത്ത് അഡ്മിറ്റ് ചെയ്ത് കോട്ടയത്തെ സ്കൂളിൽ MD സ്കൂളിൽ പഠിപ്പിച്ചു. എൻ്റെ മുത്തച്ഛൻ്റെ 3 കസിൻസിനെ തിരുമേനി വിട്ട് പഠിപ്പിച്ചവിടെ കോട്ടയത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചു. പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ പഠിക്കേണ്ട സ്ഥലത്ത് വിട്ടു പഠിപ്പിക്കണം. തിരുമേനി തുമ്പമണ്ണിൻ്റെ ചരിത്രം മാറ്റി എഴുതി വിദ്യാഭ്യാസപരമായി ആ നാടിനെ വളർത്തിയെടുക്കാൻ വേണ്ടി. നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനോടൊപ്പവും ചാവറ കുര്യാക്കോസ് ഇലാസത്തിനൊപ്പവും വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ വളരെ പ്രധാനിയായ ഒരാൾ പരിശുദ്ധ പരുമല തിരുമേനിയാണ് നമ്മൾ മനസ്സിലാക്കണം. വിദ്യ ഇല്ലാത്തവന് വിദ്യ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഭൂമിയിൽ ചെയ്യുന്ന കർത്തവ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് വിദ്യാഭ്യാസപരമായ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തിരുമേനി നമ്മളെ അന്ന് പഠിപ്പിച്ച ഒരു പാഠമാണ്. പള്ളിയുടെ കൂടെ പള്ളിക്കൂടം. തുമ്പംപള്ളിയുടെ വരുമാനത്തിൽ നിന്നാണ് സ്കൂളിൻ്റെ ചെലവ് നടത്തിയിരുന്നത്. അന്ന് എയ്ഡഡ് സ്കൂളൊന്നും അല്ല. സ്കൂളിൻ്റെ ചെലവ് നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ടൊന്നുമില്ല. തുമ്പംപള്ളിയുടെ വരുമാനത്തിനകത്തുനിന്ന് പൈസ കൊടുത്ത് സ്കൂൾ നടത്തി. തിരുമേനി ജീവിതത്തിൽ നമുക്ക് കാണിച്ചെന്ന് മാതൃകയാണ്. വിദ്യ ഇല്ലാത്തവന് വിദ്യ കൊടുക്കണം. 5-മതായി തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു കാര്യം തീർത്ഥാടനം എന്ന് പറയുന്ന വലിയ കാര്യമാണ്. 1895 പരിശുദ്ധ പരുമല തിരുമേനി ഊർസ്ലേം യാത്ര നടത്തി.
ജെറുസലേമിലേക്കൊരു യാത്ര. അന്നത്തെ കാലത്ത് വിമാനമില്ല. 4 മാസത്തെ കപ്പൽ യാത്ര എടുക്കും ഇവിടുന്ന് കപ്പൽ അവിടെ ചെല്ലാൻ. ഒരു ഭദ്രാസനം മുഴുവൻ ഭരിക്കുന്ന ഒരു തിരുമേനി ഭദ്രാസനത്തെ മുഴുവൻ ഒരു 7 മാസക്കാലം അവധിയെടുത്തിട്ട് വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ളത് ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. ഫോർ 7 months the diocese is without a bishop. തുമ്പമണ്ണില് വളരെ പ്രസിദ്ധമായ കരിങ്ങാട്ടിൽ കുടുംബത്തിലെ കരിങ്ങാട്ടിലെ വല്യച്ഛനെയും കൊണ്ടാണ് തിരുമേനി ഊർസ്ലേമിലേക്ക് പോകുന്നത്. വേറെ 2-3 പേരുണ്ട്. പാറമേക്കൽ തോമാ കത്തനാരുടെ യാത്രാ വിവരണമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ യാത്രാ വിവരണം. പക്ഷേ ആ യാത്രാ വിവരണത്തിൻ്റെ പൂർണ്ണതയില്ലാത്ത ഗ്രന്ഥമായിരുന്നു. പരിശുദ്ധ പരമേളി തിരുമേനിയുടെ ഓർസ്ലേം യാത്ര എന്ന് പറഞ്ഞ പുസ്തകമാണ് മലയാള ഭാഷയിലെ സമ്പൂർണമായ, അതായത് പെർഫെക്റ്റായ ഒരു യാത്രാ വിവരണം. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒക്കെ യാത്രാ വിവരണങ്ങൾക്ക് ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പരമേളി തിരുമേനി ഒരു യാത്രാ വിവരണം രചിക്കുകയാണ്. ആ യാത്രാ വിവരണം വായിക്കാത്ത ആരെങ്കിലും ഈ ജനക്കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവശ്യം ആ പുസ്തകം ഒന്ന് വാങ്ങിച്ചിട്ട് ആ പുസ്തകം വായിക്കണം. ശമുവേൽ ചന്ദനപ്പള്ളി എന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ, അദ്ദേഹം പരമേളി തിരുമേനിയുടെ പൗത്രരചനകൾ സംഗ്രഹിക്കുകയും സമാഹരിച്ചൊരു പുസ്തകമാക്കുകയും അതിനകത്ത് ഈ ഊർസ്ലേം യാത്രകൾ ഭാഗമായി ചേർക്കുകയും ചെയ്തു. ആ യൂസ്ലേം യാത്രകൾ ഒരു അവതാരികയോടുകൂടി അദ്ദേഹം സെപ്പറേറ്റ് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് DC ബുക്ക് ചെയ്യുന്ന വേറെ എവിടെയെങ്കിലും വായിക്കാം. ഇൻഡിപെൻഡന്റ് പുസ്തകം കിട്ടിയില്ലെങ്കിൽ ശമുവേൽ ചന്ദനപ്പള്ളിയുടെ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. ഒരു തീർത്ഥാടനം എങ്ങനെ ചെയ്യണം? നമ്മളൊക്കെ പരുമല തീർത്ഥാടനത്തിന് വരുന്നുണ്ട്. ആ തീർത്ഥാടനം ചെയ്യുന്നതിന് മുമ്പ് ആ തീർത്ഥാടനം പോകുന്ന തീർത്ഥാടകന്റെ മനസ്സിലുണ്ടാവേണ്ട മാറ്റം എന്താണ് എന്ന് പരുമലത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യം മനസ്സിലാകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ. അതിനുവേണ്ടി തിരുമേനി എടുത്ത പ്രിപ്പറേഷൻ. കപ്പലിൽ പോകുമ്പോൾ ദീർഘമായ കപ്പൽ യാത്രയാണ്. നിങ്ങൾ കപ്പലിൽ കയറിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കപ്പലിൽ കയറി കഴിഞ്ഞ് 24 മണിക്കൂർ പിച്ചിങ് ആൻഡ് റോളിങ്. കപ്പല് മുമ്പോട്ടിങ്ങനെ കുതയ്ക്കും, സൈഡിലോട്ടും കഥയ്ക്കാണ് പിച്ചിങ് ആൻഡ് റോളിങ്. പിച്ചിങ് ആൻഡ് റോളിങ് കഴിയുമ്പം ഛർദിൽ വരും ചിലർക്ക്. അത് കഴിഞ്ഞ് അനന്തമായി ഈ കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ പലരും ഡെക്കിനകത്ത് കയറി സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങും. പരമേളി തിരുമേനി ആ കപ്പൽ യാത്ര ചെയ്യുന്നത് തന്നെ വായിക്കാൻ വളരെ ശ്രദ്ധയോട് വായിക്കേണ്ട ഒരു ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗനിഷ്ഠയ്ക്ക് ഒരു വ്യത്യാസം വന്നില്ല. കപ്പലിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം വന്നില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് 16 മണിക്കൂർ പ്രാർത്ഥിച്ച് നോയമ്പ് നോറ്റ് നിസ്കാരം ചെയ്ത് പഠനം നടത്താനുള്ള പഠനം നടത്തി വേദോത്സവം വായിക്കാനുള്ള സമയത്ത് വേദോത്സവം വായിച്ചാണ് കപ്പലിൽ തിരുമേനി യാത്ര ചെയ്തത്. നോ ചേഞ്ച്. ഒരു ഷിപ്പിലെ ജേർണിക്ക് തിരുമേനിയുടെ ടൈം ടേബിളിൽ ഒരു വ്യത്യാസം വരുത്താൻ പറ്റിയില്ല. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന പലരും ടൂറിസ്റ്റുകളായിരുന്നു. പക്ഷെ ആ ടൂറിസ്റ്റുകൾ തിരുമേനിയുടെ യാത്ര കണ്ടിട്ട് ഇത് ദിവ്യനായ ഒരു മനുഷ്യനാണ് ഈ തിരുമേനി എന്ന് മനസ്സിലാക്കി. വിശുദ്ധന്മാരെ ആളുകൾക്ക് അങ്ങനൊരു കഴിവുണ്ട്. അതേ അവരുടെ വിശുദ്ധി ആരും പ്രസംഗിക്കാതെ തന്നെ അറിയാൻ പറ്റും. ബാക്കിയുള്ളവർക്കൊക്കെ സ്വാഗത പ്രസംഗം പറയണേ ഇത് ആരാണെന്ന്. യോഗിവര്യന്മാർക്ക് ആ ഒരു സ്വാഗത പ്രസംഗനെ വേണ്ട. പ്രവാചകന്മാർക്ക് ഒരു സ്വാഗത പ്രസംഗനെ വേണ്ട. പ്രവാചകനെ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായിക്കോളും. പരിശുദ്ധ പരമേളി തിരുമേനി ഊർസ്ലേമിൽ ചെന്ന ശേഷം ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോഴും തിരുമേനി അതിനെപ്പറ്റി കൃത്യമായി വിവരണമുണ്ട്. ബേത്ലഹേമിൽ ചെല്ലുമ്പോൾ എന്താണ് ബേത്ലഹേം, ഗോൽഗോത്തായി ചെല്ലുമ്പോൾ എന്താണ് ഗോൽഗോത്ത, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗവും തിരുമേനി സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതും കമ്പയർ ചെയ്ത് ആ സ്ഥലത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ കല്ലറയുടെ അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ പരമേളി തിരുമേനി ആ പുസ്തകത്തിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേരുകയാണ്. ഒരു വിശുദ്ധ കല്ലറയിൽ ചെല്ലുമ്പോൾ ആ കല്ലറയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നതും ആ കല്ലറയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമായ ആ വലിയ സ്പിരിച്വൽ പ്രസൻസ് തിരുമേനി ആ പുസ്തകത്തിൽ അത്ഭുതകരമായി വിവരിക്കുകയാണ്. ഊർസ്ലേം യാത്രയും അതിനുശേഷം തിരുമേനി മടങ്ങി വരുന്നതും ആ പുസ്തകത്തിൽ നിന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്.
നിങ്ങൾ ഞാനും പരുമലയിൽ എത്തിയിരിക്കുന്നു ഇതുപോലെ ഒരു കവറിൽ, തിരുമേനിയുടെ കവറിൽ. ആ തീർത്ഥാടന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഭക്തിയും പ്രാർത്ഥനയും എന്തായിരിക്കണം? ഊർസ്ലേം കണ്ടിട്ട് കപ്പലിൽ മടങ്ങുമ്പോൾ തിരുമേനിയുടെ മനസ്സിലുള്ള ഭക്തിയും പ്രാർത്ഥനയും എന്താണ് എന്ന് വായിക്കുമ്പോഴാണ് പരുമല വന്നിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുക. തീർത്ഥാടനം പോകുമ്പോഴും തീർത്ഥാടന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിക്കുമ്പോഴും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുമ്പോഴും നമ്മൾക്കുണ്ടാകേണ്ട സ്പിരിച്വലായ മാറ്റം, ആ മാറ്റം എന്താണ് എന്ന് പരമന തിരുമേനി ആ പുസ്തകത്തിലൂടെ നമ്മളെ മനസ്സിലാക്കുകയാണ്. വളരെ ദീർഘമായി പ്രസംഗിക്കാൻ കഴിയില്ല. 10:45 ഇവിടുത്തെ കവറിങ്കൽ നമസ്കാരം വെച്ചിരിക്കുന്നത്. ഓൾറെഡി 20 മിനിറ്റ് ഞാൻ കടന്നിരിക്കുകയാണ്. പരമന തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് പ്രാഥമികമായ ഈ 5 കാര്യങ്ങളെങ്കിലും പകർത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉപവാസത്തിലും തിരുമേനി കാണിച്ച ആ മഹത്വം എത്രമാത്രം പകർത്താമോ അത്രമാത്രം പകർത്തി നമ്മൾ സ്പിരിച്വലായി മാറുക. വേറെ എന്തെല്ലാം മഹത്വം നമുക്കുണ്ടെങ്കിലും രോഗികളെ ശുശ്രൂഷിക്കാത്ത, ആതൊരു ശുശ്രൂഷയ്ക്ക് തയ്യാറാവാത്ത ഒരാളിൻ്റെ ഭക്തി അപൂർണമാണ്. അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ്റെ കണക്ക് എഴുതുമ്പോൾ ആ കണക്കിനകത്ത് കുറവുണ്ടാവും. രോഗികളെ ശുശ്രൂഷിക്കണം, ആതൊരു ശുശ്രൂഷ ശ്രദ്ധ ചെലുത്തണം. നമുക്ക് എത്രമാത്രം അവരെ ശ്രദ്ധിക്കാമോ ശ്രദ്ധിക്കണം. തിരുമേനിയെ പോലെ 1 മാൻ മെഡിക്കൽ ടീമായി പോകാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് യാതൊരു ശുശ്രൂഷ രംഗത്ത്. മൂന്നാമതായി, വിശക്കുന്നവന് ആഹാരം കൊടുക്കാത്ത ഭക്തിയല്ല. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ എണ്ണപ്പെടണമെങ്കിൽ വിശക്കുന്നവന് ആഹാരം കൊടുത്തിരിക്കണം. കഴിഞ്ഞ ആഴ്ച ഒരു ടെലിവിഷൻ ടീം എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ അടുത്ത് ചോദിച്ചു, 32 കൊല്ലത്തെ സർവീസിനകത്ത് അങ്ങേക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണ്? അവരുദ്ദേശിച്ച ഉത്തരം പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിച്ച വല്ല സംഭവമായിരിക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സംഭവം മെഡിക്കൽ കോളേജിലും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടുത്തെ SIT ഹോസ്പിറ്റലിൽ പ്രസവത്തിനും ചികിത്സയ്ക്കും എത്തുന്ന സ്ത്രീകൾക്കും ആശ്വാസം വരലാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ വിശപ്പ് രഹിത നഗരം റൈറ്റ് ഫോർ ഫുഡ്, അതിൻ്റെ കെയർ ഓഫിൽ ജയിലിൽ നിന്ന് 20 രൂപയ്ക്ക് ആഹാരം ഉണ്ടാക്കി 2500 രോഗികൾക്ക് അവരുടെ കൈകളിൽ ഞങ്ങൾ എത്തിച്ചു. രോഗികൾ ഒരു പൈസ തരണ്ട, പക്ഷേ 20 രൂപ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് തരും റൈറ്റ് ഫോർ ഫുഡിൻ്റെ ബേസിസിൽ. ഒരു വാർഡിൽ 75 കട്ടിലേ കാണത്തുള്ളൂ, പക്ഷെ തറയെ കിടക്കുന്നവർ ഉൾപ്പെടെ 100 എണ്ണം കാണും. ആ 100 പേർക്ക് ഓരോ ഊണ് കയ്യിലെത്തിച്ചു. ആ ചോറ് 650 ഗ്രാം വേണം എന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചു. അതുകൊണ്ട് രോഗിക്ക് മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ കൂടെ ഊണ് കഴിക്കാനുള്ള സഫീഷ്യൻ്റായ ഊണ് കാണും. മരുന്ന് വാങ്ങിക്കണോ ആഹാരം വാങ്ങിക്കണോ എന്ന് ചോദിച്ച് കയ്യിൽ പൈസ അല്ലാതെ ബുദ്ധിമുട്ടുന്ന രോഗിക്ക് സൗജന്യമായി 2500 ഊണ് എല്ലാ ദിവസവും ഇവിടെ എത്തിച്ച പ്രവൃത്തി, അതാണ് 32 കൊല്ലം സർവീസിൽ ഞാൻ ഏറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ടെലിവിഷൻ ടീംകാർ അല്പം അവിശ്വാസത്തോടെ എന്നെ നോക്കി. വിശക്കുന്നവനും ഭക്ഷണം കൊടുക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യമെന്ന് തിരുമേനി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു. അതിനൊരു ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കാണിക്കെടുത്ത് തിരുമേനി കൊടുത്തു. മനസ്സിലാക്കണം നിങ്ങൾ, അതൊരു ശുശ്രൂഷ. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക, വിദ്യയില്ലാത്തവന് വിദ്യ കൊടുക്കുക, അജ്ഞാനാന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരിക, അറിവിലേക്ക് കൊണ്ടുവരിക. തിരുമേനി 20ഓളം സ്കൂൾ തുടങ്ങി, തുമ്മോണിൽ MG UPS ഉൾപ്പെടെ. വിദ്യയില്ലാത്തവന് വിദ്യ കൊടുക്കണം. 5-മതായി, വീട്ടിലിരുന്നുള്ള പ്രാർത്ഥന നല്ലതാണ്, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിനപ്പുറത്താണ് തീർത്ഥാടനത്തിന് പോയി കബറിങ്കൽ തീർത്ഥാടന സ്ഥലത്തുള്ള പ്രാർത്ഥന എന്ന് പറയുന്നു. അതിന് പോകുമ്പോൾ തയ്യാറെടുത്തിരിക്കണം. ആ തീർത്ഥാടനം കഴിഞ്ഞ് പോകുമ്പോൾ പോകുന്ന ആളല്ല തിരിച്ചു വരേണ്ടത്. മുസ്ലിങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ പ്രധാനമാണ് ഈദിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈദിന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മുസ്ലിങ്ങൾക്ക് പരിശുദ്ധ പ്രവാചകൻ ഒരു കൽപ്പന കൊടുത്തിരുന്നു.
പോകുന്ന വഴി കൂടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരാൻ പാടില്ല. ഈ വഴിയെ ഇതിന് പ്രാർത്ഥിക്കാൻ പോയാൽ വേറൊരു വഴിയെ മാത്രമേ വീട്ടിൽ പോകാവൂ. പ്രവാചകനോട് ആളുകൾ ചോദിച്ചു, ഇതെന്തൊരു നിയമമായത്? പോകുന്ന വഴി കൂടെ തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നാണ്. പരിശുദ്ധ പ്രവാചകൻ മുസ്ലിങ്ങളോട് പറഞ്ഞു, പോകുന്ന ആളല്ല ഈദ് പ്രാർത്ഥന തിരിച്ചു വരേണ്ടത്. അവൻ പ്രാർത്ഥന കഴിയുമ്പോൾ വേറൊരു മനുഷ്യനായി മാറണം. അവൻ വേറെ വഴി കൂടെ തിരിച്ചു പോകാൻ പറഞ്ഞു. പരിശുദ്ധ പരിമളത്തിന് കൊണ്ട് പറഞ്ഞത് ഇത് തന്നെയാണ്. തീർത്ഥാടനത്തിന് പോയാൽ പോകുന്ന ആളല്ല തിരിച്ചു വരേണ്ടത്. അവൻ സ്പിരിച്വലി ട്രാൻസ്ഫോംഡ് ആയ മറ്റൊരാളായി തിരിച്ചു വരണം എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാൻ ഇന്നത്തെ തീർത്ഥാടനം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരിമള തിരുമേനിയുടെ ഭക്തിയിൽ 4 തലമുറ ജീവിച്ച, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പട്ടം കിട്ടാൻ ഭാഗ്യമുണ്ടായ 2 പൂർവ്വപിതാക്കന്മാരുടെ സന്തതി പരമ്പരയിൽപ്പെട്ട എനിക്ക് ഈ തീർത്ഥാടനം ഇവിടെ എത്തുകയും പരിശുദ്ധ പരിമള തിരുമേനിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തത് ഭാഗ്യമായി കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും പരിമള തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കത്തോലിക്കരുടെ ഒരു വലിയ സ്വഭാവം ഈ പള്ളിയിലും തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക സഭയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു അത്ഭുതം ഉണ്ടായാൽ അത് എഴുതി അവിടെ സ്വീകരിച്ച ശേഷം അവരൊരു രജിസ്റ്ററിൽ സൂക്ഷിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം ഉണ്ടായി എവിടെ? കത്തോലിക്ക സഭയ്ക്ക് ഉടനെ ഉത്തരവുണ്ട്, ലൂർദിലാണ്. 5 മില്യൺ 5 മില്യൺ അത്ഭുതങ്ങൾ കഴിഞ്ഞു. ഓരോ തീർത്ഥാടന സ്ഥലത്തും വെള്ളാങ്കണ്ണി ചെന്ന എത്ര അത്ഭുതം നടന്ന ലിസ്റ്റുണ്ട്. പരിശുദ്ധ പരിമളത്തിന് വേണ്ട നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് ക്രോഡീകരിക്കണം. ഇപ്പൊ ഇവിടെ വന്ന് എത്ര അത്ഭുതം പരിമളത്തിന് നടന്നു ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെയല്ല. കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രം നടക്കുന്ന പോലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ പരിമളത്തിന് വേണ്ട മധ്യസ്ഥയിൽ നടന്ന അത്ഭുതങ്ങൾ എഴുതി വെച്ച് വരും തലമുറകൾക്ക് തിരുമേനിയുടെ അത്ഭുതങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഇന്നിവിടെ ആരാധനയ്ക്ക് വന്ന, തീർത്ഥാടനത്തിന് വന്ന നിങ്ങൾക്കേവർക്കും പരിശുദ്ധ പരിമള തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ കുടുംബം ഉത്തരോത്തരം പുരോഗതിയിലും പ്രശസ്തിയിലും ആശ്വാസത്തിലും പ്രാർത്ഥനയിലും എത്തിച്ചേരാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.